വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, ഗ്രാവിറ്റേഷൻ, ഗുരുത്വാകർഷണം എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമുക്കറിയാം. കാരണം ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട്. പിന്നെ അത് മാത്രമല്ല, എക്സാം പോയിന്റ് ഓഫ് വ്യൂലും വെയിറ്റേജ് കൂടുതലുള്ള ഒരു ചാപ്റ്ററാണ് ഗ്രാവിറ്റേഷൻ, ഗുരുത്വാകർഷണം. സോ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ചോദ്യമാണ്, ഭൂമിയുടെ ഒരു ചിത്രം ഇങ്ങനെ തരും. എന്നിട്ട് നമ്മളോട് ചോദിക്കും എവിടെയാണ് വെയിറ്റ് കൂടുതൽ, എവിടെയാണ് മാസ് കൂടുതൽ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ. അതുപോലെ ഒരു ചോദ്യമാണ് ഇപ്പൊ നമ്മൾ പോകാൻ പോകുന്നത്. അറ്റ് വിച്ച് പ്ലേസ് ഓൺ എർത്ത് ദ വാല്യൂ ഓഫ് ജി ഈസ് മാക്സിമം. ഏത് ഭാഗത്താണ്, ഏത് ഭാഗം എന്ന് പറയുമ്പോൾ എ, ബി, സി എന്നീ 3 ഭാഗങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് ഭാഗത്താണ് എന്ത് കൂടുതൽ, ജീന്റെ വാല്യൂ കൂടുതൽ എന്നാ ചോദിച്ചിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ജീന്റെ വാല്യൂ റേഡിയസിനനുസരിച്ച് മാറും അല്ലെ. റേഡിയസ് കൂടിയാൽ ജി എന്താകും, കുറയും. സോ ഇവിടെ നോക്കുമ്പോൾ ഇതാണ് ഇതിന്റെ സെന്റർ എങ്കിൽ ഇങ്ങോട്ടുള്ള റേഡിയസ് കൂടുതലാണ്. ഈ ഭാഗമാണ് ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖാ പ്രദേശം എന്ന് നമ്മൾ വിളിക്കാം. ഓക്കെ, ഇനി എയിലേക്ക് നോക്കുമ്പോൾ താരതമ്യേന റേഡിയസ് അവിടെ കുറവാണ് അല്ലെ. അപ്പൊ ഇവിടെ റേഡിയസ് കുറവാണ്, അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്ക് ജി കൂടുതലായിരിക്കും. ഇവിടേക്ക് നോക്കൂ, റേഡിയസ് കൂടുതലാണ് ആൻഡ് ഇവിടെ അപ്പോൾ ജി എന്തായിരിക്കും, കുറവായിരിക്കും. ആൻഡ് ബിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ അവിടെ ജീന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും, വട്ടപൂജ്യം സെന്ററിൽ കേട്ടോ. സോ ജീന്റെ വാല്യൂ എപ്പോഴും കൂടുതൽ ഉണ്ടാവുക എ പ്രദേശമാണ്, അതായത് ധ്രുവ പ്രദേശം പോൾ എന്ന് വിളിക്കും. സിയില് കുറവായിരിക്കും ആൻഡ് ബിയില് അത് 0 ആയിരിക്കും. ഓക്കെ, സോ ഏറ്റവും കൂടുതൽ എവിടെ ചോദിച്ചാൽ ദാറ്റ് ഈസ് പോയിന്റ് എ. നെക്സ്റ്റ് ചോദ്യം, 50 കിലോ മാസുള്ള ഒരു വസ്തുവിന്റെ ഭൂമിയിലെ ഭാരം കണക്കാക്കുക. ഓക്കെ, ജീന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, 10 എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമുക്കറിയാം വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എം ഇൻറ്റു ജി. സെറ്റ് ആണല്ലോ. സോ ഇവിടെ എം നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് 50, ജി നമുക്കറിയാം 10 ആണ്. സോ വി ഹാവ് 500 ന്യൂട്ടൺ എന്ന് നമുക്ക് ആൻസർ കിട്ടും. എത്രയാണ്, 500 ന്യൂട്ടൺ. ന്യൂട്ടൺ എന്ന് എഴുതാൻ കാരണം വെയിറ്റിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. നെക്സ്റ്റ് ചോദ്യം, ഈ വസ്തുവിന്റെ ചന്ദ്രനിലെ മാസ് എത്ര. ഈ 50 കിലോ മാസ് ഉള്ള ഈ വസ്തു ഭൂമിയിലുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. ഇനിയുള്ള ചോദ്യം, ഇതിനെ നമ്മൾ ചന്ദ്രനിലേക്ക് കൊണ്ടുപോയി, മൂണിലേക്ക് കൊണ്ടുപോയപ്പോൾ അതിന്റെ മാസ് എത്ര. ഒരു കാര്യം മനസ്സിലാക്കുക, മാസ് എന്ന് പറയുന്നത് എവിടെ പോയാലും മാറില്ല. വെയിറ്റ് മാത്രമാണ് ഇങ്ങനെ മാറി മാറി കളിക്കുക. കാരണം അത് ജി എന്ന് പറയുന്ന ഒരാൾ അതിൽ വന്നതുകൊണ്ട് ജി ചില സമയങ്ങളിൽ മാറും അല്ലെ, റേഡിയസിനനുസരിച്ച് മാറുന്നു. വേറെ പ്ലാനറ്റിൽ വേറെ വാല്യൂ ആണ്, അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് വെയിറ്റ് മാറുന്നത്. പക്ഷെ മാസ് എന്ന് പറയുന്നത് ഒരാളാണ്, അതിന് വേറെ ആരുമായിട്ടൊരു ബന്ധമില്ല അല്ലെ. അപ്പോൾ മാസ് ഒരിക്കലും മാറൂല. ഇവിടെ 50 കിലോ ആണെങ്കിൽ അത് ചന്ദ്രനിൽ കൊണ്ടുപോയി, എവിടെ കൊണ്ടുപോയാലും ജൂപ്പിറ്ററിൽ എവിടെ കൊണ്ടുപോയി വെച്ചാലും അത് 50 കിലോ തന്നെയായിരിക്കും. മാസ് ഒരിക്കലും ചേഞ്ച് ആവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, സെറ്റ് ആണല്ലോ. നെക്സ്റ്റ് ചോദ്യമാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി മെഷേർഡ് യൂസിങ് എ സ്പ്രിംഗ് ബാലൻസ്. സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ താഴെ കാണുന്നതിൽ ഏതാണ് അളക്കുക എന്നാണ്. നമുക്കറിയാം സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിക്കുന്നത് ഭാരം അളക്കാൻ വേണ്ടിയിട്ടാണ്, വെയിറ്റ് അളക്കാൻ. മാസ് അളക്കാൻ ഉപയോഗിക്കുക കോമൺ ബാലൻസ് ആണ്. നെക്സ്റ്റ് ചോദ്യം, വാട്ട് വിൽ ബി ദ വെയിറ്റ് ഓഫ് എൻ ഒബ്ജെക്ട് അറ്റ് ദ സെന്റർ ഓഫ് എർത്ത്. ഭൂമിയുടെ കേന്ദ്രത്തിലെ ഒരു വസ്തുവിന്റെ ഭാരം എത്രയായിരിക്കും. നമ്മൾ പഠിച്ചതാണ്. വെയിറ്റ് കണ്ടുപിടിക്കാൻ എം ഇൻറ്റു ജി എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് അല്ലെ. ഭൂമിയുടെ സെന്ററിൽ ജി എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ അതുകൊണ്ട് തന്നെ ഏതൊരു വസ്തുവിനെ മാസിനെയും 0 കൊണ്ടാ ഗുണിക്കുന്നേ. സോ വെയിറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും അറ്റ് ദ സെന്റർ ഓഫ് എർത്ത് കേട്ടോ. മനസ്സിലാക്കി വെക്കുക. ഇനി ഇത് വെരി ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യം. അതുപോലെ ഒരു ചോദ്യമാണ്, ഒരു വസ്തുവിന്റെ ചലനവുമായി ബന്ധപ്പെട്ട ചോദ്യം. ഒരു കല്ലിനെ താഴത്തേക്ക് ഇടുക അല്ലെങ്കിൽ കല്ലിനെ മുകളിലേക്ക് ഇടുക, ഇത് ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ചോ നാളെ. സോ ആ ചോദ്യമാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ ഒരു കല്ലിനെ നമ്മൾ എന്താ ചെയ്യുന്ന നോക്കൂ. ഒരു കല്ലിനെ നമ്മൾ താഴേക്ക് ഇടുകയാണ് അല്ലെ, താഴേക്ക് ഇടുന്നു. 2 സെക്കൻഡ് കൊണ്ട് അത് താഴെ എത്തി. അങ്ങനെയാണെങ്കിൽ താഴെ എത്തിയുമ്പോഴുള്ള അതിന്റെ വെലോസിറ്റി എത്രതാ, അപ്പോഴുള്ള വെലോസിറ്റി എത്ര എന്നാണ് നമ്മളുടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അല്ലെ. തുടക്കത്തിലുള്ള വെലോസിറ്റി എന്താ അല്ലെ, താഴെ എത്തുമ്പോഴുള്ള വെലോസിറ്റി എത്ര എന്നതാണ് ചോദ്യം. അതിന് പല കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഇതാണ് നമ്മുടെ കല്ലിനെ നമ്മൾ താഴേക്ക് ഇടുമ്പോൾ തുടക്കത്തിൽ അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി നമ്മളിങ്ങനെ വെച്ചിരിക്കുകയാണല്ലേ, നമ്മളിങ്ങനെ വെറുതെ വിട്ടു. അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്, 0 ആണ് അല്ലെ. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, താഴേക്ക് വരുന്ന കേസിൽ ജീനെ നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കേണ്ടത്. പിന്നെന്താണ്, താഴെ എത്തുമ്പോഴുള്ള ഫൈനൽ വെലോസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്.
ഇത് അറിയില്ല, ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ. അപ്പൊ തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതി കൊടുക്കാം. ടൈം തന്നിട്ടുണ്ട്, അത് 2 സെക്കൻഡ് ആണ്. ജിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 9.8 ആണ്. കണ്ടുപിടിക്കേണ്ടത് എന്താ നോക്കൂ, താഴെ സ്പർശിക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള കല്ലിന്റെ വെലോസിറ്റി, താഴത്ത് കിടുമുള്ള വെലോസിറ്റി, താഴെ എത്തുമ്പോഴുള്ള വെലോസിറ്റി. എന്റെ മോനെ വി എന്താന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ. വി എന്താണ് നമുക്കറിയാം. വി കണ്ടുപിടിക്കാൻ വി സമം യു പ്ലസ് ജി ടി എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി അല്ലെ. നമുക്ക് ഓൾറെഡി 3 ഇക്വേഷൻസ് ഉണ്ട്. വി സമം യു പ്ലസ് ജി ടി അല്ലെ, എസ് സമം യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ, വി സ്ക്വയർ സമം യു സ്ക്വയർ പ്ലസ് 2GS. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഇയാളെ ചൂസ് ചെയ്യാം, വി സമം യു പ്ലസ് ജി ടി എന്ന് പറയുന്ന ഇക്വേഷൻ. സോ അവിടെ നമ്മൾ യുക്ക് പകരം 0 പ്ലസ് ജിക്ക് പകരം എന്താ കൊടുക്കുക, 9.8, ടിക്ക് പകരം 2 എന്ന് കൊടുക്കുമ്പോൾ 9.8 × 2 പറയുമ്പോൾ 19.6 മീറ്റർ ബൈ സെക്കൻഡ് ആണ് നമുക്ക് ആൻസർ കിട്ടുക. എത്ര സിമ്പിൾ അല്ലേ. എത്ര കിട്ടി, 19.6 മീറ്റർ ബൈ സെക്കൻഡ്. അപ്പൊ ഈ ഒരു കേസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 ഇക്വേഷൻ ആണ്. വി സമം യു പ്ലസ് ജി ടി, എസ് സമം യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ, അതുപോലെ തന്നെ വി സ്ക്വയർ സമം യു സ്ക്വയർ പ്ലസ് 2GS. ഇതും കൂടെ നിങ്ങൾ ഈ കൂട്ടത്തിൽ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഇതിൽ ഒരാളെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആളെ കിട്ടും. ഓക്കെ, റെഡി. സോ അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ ചോദ്യം കൂടെ ഞാൻ ചോദിക്കുകയാണ്, ജീന്റെ യൂണിറ്റ് എന്താന്നുള്ളത് ട്ടോ. ജി എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഭൂഗുരുത്വ ത്വരണമാണ്. മറക്കണ്ട, നന്നായിട്ട് പഠിക്കുക, ടെൻഷൻ ആവണ്ട. ബാക്കി എല്ലാ കാര്യങ്ങളും ഇന്ന് രാത്രിയിലെ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ടെൻഷൻ ആവേണ്ട, കൂളായിട്ടിരിക്കാം. ഓക്കെ, ബൈ.